യേശുവിനെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. യഥാനാവതായോടി മനുഷ്യൻ ജീവിതം. യഥാനാവതായോടി മനുഷ്യൻ ജീവിതം. വേഗത്തിന്റെ ഇമ്പം തേടി കഴിച്ചു യേശുവിനെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. കൈകൊള്ളാതെ ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവ് നിന്ന് സ്വന്തമാക്കി തീർത്തിടോ. ഇന്നു തന്നെ യേശുവിനെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കിൽ നീന്ന്. വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ കാലഘട്ടം ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. പ്രതിസന്ധികളുള്ള, പ്രതികൂലങ്ങളുള്ള, കഷ്ടതകൾ നിറഞ്ഞ, ഒരിക്കലും നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ വേദന നിറഞ്ഞ കാലഘട്ടത്തിലും ഒരു സമാധാനമുള്ളതായ ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പമിനിറ്റുകൾ നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ ജോർജ് മുണ്ടകൻ അല്പസമയങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ടിടയായിത്തീരും. സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കും. അടുത്തും അകലെയും ഈ ഉച്ചഭാഷയുടെ ശബ്ദവേദിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദേശനിവാസികൾക്കും ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും ഈ വീഴ്ചയിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ പഴമ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച മദ്യം, മയക്കുമരുന്ന്, ആത്മഹത്യ, സാമൂഹ്യ തിന്മ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമാണ് ഈ കമാളത്തവിടെയിലും ഞങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നിമിത്തമായത് എന്നാണ് വളരെ സ്നേഹത്തോടെ ഇവിടെ പാർക്കുന്ന ഞങ്ങളുടെ ദേശനിവാസികളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. അതിനാൽ നിദാനമായ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കാണുവാനും കേൾക്കുവാനുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ദേശത്തുള്ളത്. അതോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ അറിയിക്കുന്ന സന്ദേശത്തിന്റെ കാതലായ സത്യമെന്ന് പറയുന്നത് മനുഷ്യരിൽ അസമാധാനവും സന്തോഷമില്ലായ്മയും ഒക്കെ കാണുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ള
സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ദേശനിവാസികളെ കൂടെ അറിയിക്കുവാൻ ആണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയരെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിലെത്തിയ ദിനപത്രം വായിച്ചാൽ നമുക്കതിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയും അക്ഷരാർത്ഥത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ TV ചാനൽ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാനും മനസ്സിലാക്കുന്നു. ഇതുപോലെ ഓരോ ദിവസവും നമ്മുടെ കണ്ണിനെ ഈറനണിയിക്കുന്നതും നമ്മളുടെ കരളിനെ വേദനിപ്പിക്കുന്നതും നമുക്ക് സങ്കടത്തോടെ മാത്രം നമ്മുടെ പൂർവ്വത്തിരിക്കുന്ന TVയുടെ ആ ചാനലിൽ പ്രത്യക്ഷമാകുന്ന ദൃശ്യങ്ങളും അതിൽ പറയുന്ന വാർത്തകളും നമ്മുടെ കരങ്ങളിൽ പ്രഭാതത്തിൽ വന്നെത്തുന്ന ദിനപത്രങ്ങളും നമ്മളെ അറിയിക്കുന്ന വാർത്തകൾ ഓരോന്നും വളരെ വേദനയും ആശങ്കകളും അടുത്ത ദിവസം എങ്ങനെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള ആശങ്കകളും വരുത്തുന്ന നിരവധി വാർത്തകൾ കേട്ട് ആകുലപ്പെട്ട് ജീവിക്കുന്ന മലയാളി മനസ്സിനോട് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത്, അതിന് അപ്പുറം സന്തോഷ സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന ഉള്ള സന്തോഷ വാർത്തയാണ്. ഈ ന്യൂസ് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ദേശത്തിന് വൈദേശികരായ ആളുകൾ ഇവിടെ ആകർഷിച്ച് ഇതിന്റെ മനോഹാരിത കണ്ടാസ്വദിക്കുന്നതിനും ഇതിന്റെ ഭൂപ്രകൃതികൾ മനസ്സിലാക്കുന്നതിനും നിരവധി ആളുകൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ശ്രദ്ധയാകർഷിച്ച് ഈ ഭൂമിയിലേക്ക്, ഈ കേരളത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വന്ന ഒരു വൈദേശികനായ മനുഷ്യൻ ഈ ഭൂപ്രകൃതിയും ഇവിടെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ടിട്ട് അദ്ദേഹം ഈ ദേശത്ത് വഴങ്ങിപ്പോയപ്പോൾ ആ ഹോട്ടൽ മുറിയുടെ അവിടെ രേഖപ്പെടുത്തുവാൻ വെച്ചിരുന്ന ആ ബുക്കിൽ അദ്ദേഹം എഴുതിയ വാചകം ഇതാണ്: ഇത് സാക്ഷാൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ്, അഥവാ ദൈവത്തിന്റെ നാടാണ്. അങ്ങനെ ഒരു അപരാനാമത്തിൽ കേരളം അറിയപ്പെടുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അത് നമുക്കൊരു അഭിമാനമാണ്. ലോകത്തിന്റെ നിലയിൽ കേരളത്തെ എത്തിക്കത്തക്ക നിലയിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പദപ്രയോഗത്തിൽ പ്രസംഗിക്കുന്ന എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ അഭിമാനം അഥവാ 1.5 കോടിയധികം വരുന്ന മലയാളികൾക്ക് അഭിമാനമായി ആ പേരിന്നും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ്. എന്നാൽ ആ പേരിനെ അർത്ഥമാക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലിയിൽ നിന്ന് മലയാളികൾ മനം മാറിയിട്ട് എന്ത് താന്തോലിത്തരവും കാണിക്കത്തക്ക രീതിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന ചരിത്രമാണ് ഇന്നിന്റെ നാടുകളിലെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന പേരിനെ നമ്മൾ വികലമാക്കുകയും ആ പേരിന് ആ അർത്ഥത്തിൽ നിന്ന് പൈശാചികന്മാർ ഉറഞ്ഞു തുള്ളുന്ന ചുടലക്കാരെന്നുള്ള പേര് സമ്മാനിക്കത്തക്ക രീതിയിൽ ഈ കേരളം അലപ്പലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നിന്റെ യാഥാർത്ഥ്യം. അതിന് കാരണമായ കാര്യം എന്തെന്ന് ഒരു ബുദ്ധിയുള്ള സാമാന്യ മനുഷ്യൻ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് അറിയാം. അതൊന്നുകൂടെ ഞങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുവാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ ദൗത്യം. ഇന്ന് കേരളത്തിൽ ഈ വിധമായ വിക്രയങ്ങൾ നടക്കുന്നതിന്റെ പരമപ്രധാനമായ കാരണം ഇവിടെ ഒഴുകിയെത്തുന്ന മദ്യത്തിന്റെയും മദ്യമാഫിയകളുടെയും അത് മാത്രമല്ല മയക്കുമരുന്നുകൾക്ക് അടിമയായി കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനതയുടെയും നമ്മുടെ ബാല്യപ്രായക്കാരായ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവിത ശൈലി കൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു പൈശാചികമായ അനുഭവത്തിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ അപകടകരമായ കാര്യമാണ്. 2022 ഒന്നാം മാസമായ ജനുവരി അവസാനിക്കുന്ന 2 ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ സംഭവങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തെ അടിവരയിൽ തുറപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ
ദൃശ്യങ്ങളാണ് കേരള നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീയെ കൊലപാതകം നടത്തി ആ സ്ത്രീയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇന്നയാളാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റിമാൻഡ് ഇറങ്ങിയ അതേ പ്രതി തന്നെ അതേ കുടുംബത്തിലെ അപ്പനെയും അപ്പന്റെ അമ്മയെയും കൊല ചെയ്തു. അത് ഈ കേരളത്തിലാണ്, അത് പാലക്കാട്ടാണ്, അത് നെന്മാറയിലാണ് നടന്നത്. അതെന്റെ ദേശത്തല്ല, എന്റെ ചെറിയ ഈ ഗ്രാമത്തിലല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുവാൻ പറ്റുകയില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് കൊടുത്ത് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന പാലക്കാടിന്റെ മുന്നിൽ നടന്ന ഒരു കൊലപാതകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. ഒരു ശിക്ഷണ നടപടിയിൽ ഇരിക്കുന്ന മനുഷ്യൻ റിമാൻഡ് നൽകിയിട്ട് ആ കുടുംബത്തെ ദാരുണമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോയി. എന്താണ് ജീവിതമായ തിന്മകൾ ചെയ്യുവാൻ ചെന്താമര എന്ന് പറയുന്ന ഈ പ്രതിയായ മനുഷ്യനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന സാമാന്യ മനുഷ്യനായ മലയാളി മനസ്സുകൾ ചിന്തിക്കേണ്ടേ? അതുവഴി അനാഥമാക്കപ്പെട്ട 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ആരാണ് അവരുടെ ജീവിതത്തിന് വലിയ ഉത്തരവാദികൾ? നമ്മുടെ സമൂഹം തിന്മയിലേക്ക് പോകുകയാണ്. തീർന്നില്ല, അവരുടെ പാലക്കാട്ടിൽ നിന്ന് ജനിച്ച് ജീവിക്കുവാൻ പിച്ചവെക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ദാരുണമായ മരണത്തിലേക്ക് പറഞ്ഞുവിട്ട അമ്മാച്ചൻ ഒരു നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇതിനെ നോക്കി നമുക്ക് വിളിക്കുവാൻ പറ്റുമോ ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന്? ഇല്ല, വിളിക്കുവാനാവില്ല. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത് ഇത് പിശാചുക്ക് ഉറങ്ങുന്നുണ്ട്, ചുഴലക്കാടാണെന്ന്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, ഇവിടെ എല്ലാവിധമായ സംവിധാനങ്ങളുമുണ്ട്. അക്ഷര നഗരിയാണ് കേരളം എന്ന് പറയുന്നത്. 100% സാക്ഷരത നേടിയ നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുത്തു കാണിക്കത്തക്ക നിലവാരത്തിലുള്ള ഉയർച്ചകൾ പ്രാപിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലുമുള്ള സാംസ്കാരികമായ വളർച്ചകളുമുണ്ട്. പക്ഷേ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ മറന്നുപോയ ഒരുപറ്റ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നാടായി അനുഭവിച്ചില്ലേ നമ്മുടെ കേരളം. ഈ വിധമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ നടമാടുന്നത് എന്ന് പറഞ്ഞ് നിക്ഷേപിക്കുവാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർന്നില്ല, നിയമപാലകരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അനവധി വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിൽ നിന്ന് സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിങ്ങളുടെ കൈകളിലെത്തിയ പത്രം നമ്മളോട് പറഞ്ഞു, നിയമപാലകനായ ഒരു സാധാരണ 44 വയസ്സുള്ള പോലീസ് ഓഫീസറിന്റെ നെഞ്ചും കൂടി ചവിട്ടി തകർത്തിട്ട് ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തെ കാലവധിക്കപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടെങ്കിൽ ഈ നാടിന്റെ പേരാണോ ദൈവത്തിന്റെ നാടെന്ന്? അത് നടന്നത് കോട്ടയം എന്ന് പറയുന്ന അക്ഷരനഗരിയിലാണ്. അത് നടന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ പ്രസംഗിക്കുന്ന പത്തനംതിട്ട ഇവിടുത്തെ മതസംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്നത് എന്താ? ഈ അടുത്ത സമയങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പ്രിയപ്പെട്ടവരെ. പത്തനംതിട്ടയ്ക്കടുത്ത ഇലന്തൂർ എന്ന് പറയുന്ന ഒരു ദേശമുണ്ട്. ആ ഇലന്തൂർ എന്ന് പറയുന്ന ദേശത്തെ 2 സ്ത്രീകളെ, പച്ച മനുഷ്യരായ 2 സ്ത്രീകളെ വെട്ടിനുറുക്കി ഫ്രീസറിൽ വെച്ചിട്ട് ആ പച്ചമാംസം ഭക്ഷിക്കുവാൻ നരാധന്മാരായി വാഴുന്ന ഒരുപാട് മനുഷ്യരുള്ള പത്തനംതിട്ടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരം എങ്ങോട്ടാണ് പോകുന്നത്? കേരള 3.5 കോടി ജനം വരുന്ന ഈ കേരളം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് ഉത്തരം കണ്ടെത്തേണ്ടവരാണ് എന്റെ കേൾവിക്കാരും ഞാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടുത്തെ മതസംസ്കാരത്തിലോ ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾക്കോ ഇവിടുത്തെ വിദ്യാസമ്പന്നർക്കോ ഇവിടെ വാഴുന്ന പല പ്രിയപ്പെട്ടവർക്കും അവരുടെ ആ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ അല്പസമയം ശ്രദ്ധിക്കൂ സഹോദര. എന്തുകൊണ്ടാണ് ഈ തിന്മ നമ്മുടെ ഭൂമിയിൽ വാഴുന്നത്? എന്തുകൊണ്ടാണ് ഈ തിന്മ ഈ കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി വാഴുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അടിമറിയിട്ട് വിശുദ്ധ വേദപുസ്തകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, മനുഷ്യരിൽ കുടികൊള്ളുന്ന തിന്മയുടെ സ്വഭാവമായ പാപത്തിന്റെ പരിണതഫലമായിട്ടാണ് ഈ സ്വഭാവം മനുഷ്യരിൽ വാഴുന്നത്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, മനുഷ്യനെ പാപം പരിഹരിക്കാതെ, മനുഷ്യന്റെ ഈ തിന്മ പരിഹരിക്കപ്പെടാതെ മനുഷ്യനായി അവന് ജീവിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ഇവിടെ നിയമപാലകരുണ്ട്, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ഇവിടെ സയന്റിസ്റ്റുകളുണ്ട്, ഇവിടെ അധ്യാപകരുണ്ട്, ഇവിടെ നല്ല വിദ്യാഭ്യാസം ചെയ്ത ആളുകളുണ്ട്, ഇവിടെ എല്ലാ വിധത്തിലുമുള്ള ഉയർച്ചകളുണ്ട്. പക്ഷേ മനുഷ്യന്റെ പാപത്തിന്റെ സ്വഭാവത്തെ അറസ്റ്റ് ചെയ്യുവാനോ പാപത്തെ ചികിത്സിക്കുന്നത് ഭേദമാക്കുവാനോ ഇവിടുത്തെ മനുഷ്യന്റെ പാപം അത് പാപമാണെന്ന് വിളിച്ചു പറയുവാനോ ഈ വിധമായ ആളുകൾക്ക് കഴിയാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ചെറുപ്പക്കാർ ഈ തെരുക്കോടുകളിൽ നിന്നുകൊണ്ട്
മനുഷ്യന്റെ പാപം മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ പാപ സ്വഭാവം മാറ്റുക? പാപ സ്വഭാവം മാറ്റുവാൻ സാക്ഷാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ടിടയായി തീരണം. മനുഷ്യനെന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം തന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് നാം ഓരോരുത്തരും. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവിക സ്വഭാവത്തിലേക്ക് വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രമേ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിന് ഞങ്ങൾ പറയുന്ന പേര്, അതിന് വേദപുസ്തകം പറയുന്ന പേര്, അതിന് ഇവിടുത്തെ മതപുരോഹിതന്മാർ പറയുന്ന പേര് മാനസാന്തരം എന്നാണ്. പാപത്തിന്റെ തിന്മയിൽ നിന്ന് മാനസാന്തരപ്പെടാതെ ഒരു മനുഷ്യരും ദൈവത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് സമൂഹത്തെ നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാ നിലയിലുമുള്ള ശ്രേണികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും, അക്ഷര നഗരി എന്ന് പറഞ്ഞിട്ടും, സാക്ഷരതയിൽ 100% ഉയർച്ച പ്രാപിച്ചെന്ന് പറഞ്ഞിട്ടും നമുക്ക് മനുഷ്യനെ പോലെ ജീവിക്കുവാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാ ദൈവത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത്? അതിന് ഞാൻ പറഞ്ഞു, മാനസാന്തരം ഉണ്ടാകണം. ആ മാനസാന്തരം എങ്ങനെ ഉണ്ടാകും? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് ബോധ്യപ്പെടണം. മനുഷ്യന്റെ ഉള്ളിൽ വാഴുന്ന പാപം, ജന്മനാവുള്ള പാപം, ആ പാപത്തെ എന്നേക്കുമായി വായിച്ചു തരുവാൻ യേശു ക്രിസ്തു എന്ന് പറയുന്ന 2024 വർഷങ്ങൾക്കപ്പുറം ഈ മാനവ ചരിത്രത്തെ, ഈ മനുഷ്യന്റെ പാപത്തെ അവന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗമായ പാലസ്തീന പച്ചമണ്ണിലേക്ക് ഇറങ്ങി വന്ന് 3.5 വർഷക്കാലം മനുഷ്യനെ മാറാനയച്ച് അവന്റെ എല്ലാ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച പുണ്യപുരുഷനായ, ആരാധന പുരുഷനായ, പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു നാഥനുണ്ടെങ്കിൽ അവൻ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് കടന്നു വരുവീരെന്ന ഒരു കാലത്ത് നിങ്ങളെപ്പോലെ, എന്റെ കല്ലിക്കാരെ പോലെ, പലരെ പോലെ ഞങ്ങൾ പാപത്തിന്റെ വഴികളിൽ ഓടിയപ്പോൾ ഈ നാദം ഞങ്ങളുടെ കാതുകളിലെത്തി ഞങ്ങളത് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഈ ദൈവത്തോട് ഈ തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, യേശുവിന് മാത്രമേ മനുഷ്യന്റെ പാപത്തെ അത് തീർത്തു തരുവാനായിട്ട് കഴിയുള്ളൂ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. അപ്പോൾ മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കുന്നത് യേശുവിന്റെ രക്തത്താലാണ്. അതിനുവേണ്ടിയാണ് പാപമില്ലാത്ത യേശു 3.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് സാധാരണപ്പെട്ടവരെ മാറോട് ചേർത്ത്, വിശക്കുന്നവർ ആഹാരം കൊടുത്ത്, പാപികളെ സ്നേഹിച്ച്, ഭൂതഗ്രസ്തരായവരെ വിടുവിച്ച്, മനുഷ്യന് നന്മ ചെയ്ത് ഒടുവിൽ അവൻ ക്രൂശ് പോകുമ്പോൾ ആ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയായിരുന്നു. അതെങ്ങനെ സാധിക്കും? ഇന്നലെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നും എന്റെ പാപം അതുവഴി മോചിക്കപ്പെട്ടു എന്നും ആ രക്തം എന്റെയും പാപം മോചിക്കുന്നതിന് കാരണമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ മനുഷ്യനിലെ പാപം പരിഹരിക്കപ്പെടുവാനിടയായിരുന്നു. എങ്കിലേ നമ്മളിലെ പാപം പോയിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എല്ലാ ദുശീലങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എങ്കിലേ നമ്മുടെ നാട് കൺട്രിയായിട്ട് മാറുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് ആഹ്വാനം ചെയ്യുവാനാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഇതൊരു മതം മാറ്റ പ്രസംഗമല്ല, ഇത് മനസ്സ് മാറ്റുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രസംഗമായിട്ട് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഊടും ഭാവവും നൽകുന്ന ഒരു പ്രസംഗമായി നിങ്ങൾ കണ്ടുകൊണ്ട് ഈ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ എന്റെ കേൾവിക്കാരായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്താ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പഴക്കാലം നിങ്ങളുടെ പാപത്തിന്റെ മോചനം ഈ യേശുവാണ് തിരിച്ചറിഞ്ഞിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. രക്ഷിക്കപ്പെടുവാൻ അവന്റെ നാമമില്ലാതെ ഈ ഉലകത്തിൽ മറ്റൊരു നാമമില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. യേശുവിന്റെ നാമം സകല പാപവും ബോധിക്കുന്ന നാമമാണ്. അവനെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കോ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടുംബത്തിന്റെ താളം തെറ്റലുകൾ, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ആ മദ്യപാനത്തിൽ നിന്ന് വിടുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നവരാണെങ്കിൽ ആ വഴിതെറ്റലുകളിൽ നിന്നുള്ള യഥാർത്ഥ വഴികളിലേക്ക് കടന്നു വരുവാനുള്ള ഒരിക്കൽ കൂടി വിനയത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ യേശുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ഇരിക്കുന്ന ഇടത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ കേട്ടെങ്കിൽ അവിടെ അല്പസമയം നിന്നുകൊണ്ട് ഒരു വാക്ക് യേശുവിനോട് പറയുമോ? യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു പാപിയായ സ്ത്രീയാണ്, എന്റെ ജീവിതത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സത്യം ഇന്ന് പകൽ ഞാൻ കേട്ടു.
ഒരു വേള എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ, എന്റെ പാപത്തെ ഒന്ന് മോചിക്കണമേ എന്ന് പറഞ്ഞ യേശു നിങ്ങളുടെ പാപത്തിന്റെ മോചകനായി ഇന്ന് പകൽ നിങ്ങളെ സ്വീകരിക്കും. അതുകൊണ്ട് യേശുവിന്റെ മകനായി ജീവിക്കുമ്പോൾ വോട്ട്സ് ഓൺ കൺട്രി എന്ന കേരളത്തിന്റെ അപരനാമം അർത്ഥവത്തായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതവും അർത്ഥവത്തായി മാറുവാനിടയായി തീരും. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒപ്പം ഈ ദിവസങ്ങളിൽ ഫെബ്രുവരി മാസം 13 മുതൽ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ അടുത്ത് പഴമ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ അങ്കണത്തിൽ നടത്തുന്ന ഒരു സുവിശേഷ മഹായോഗമുണ്ട്. ഈ ദിനങ്ങളിൽ രാത്രികളിൽ നടക്കുന്ന ആ പൊതു മീറ്റിംഗ് ദേശത്ത് വചനവുമായി കടന്നു വരുവാൻ സ്വർഗദേവയും സഹായിച്ച വൻകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയായ പ്രാർത്ഥിച്ച ദേവനായി മുകളിൽ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനവുമായി ദൈവമേ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകുക. കർത്താവിന്റെ ദാസന്മാരായ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ പുതിയ ദേശത്ത് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വൻ കൃപകളെ ഓർത്ത് നന്ദി. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് നിയന്ത്രിക്കണമേ. സഹായിക്കണം. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾക്കൊപ്പം നല്ല മനോഹരമായ ഒരു പാട്ട് പ്രിയ അച്ഛൻ പാടുന്നത്. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാരെന്നെ കാത്താവേനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാരെന്നെ കാത്താവേനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാം. എക്കാലത്തും തൻ ഭക്തരെ കൈയാട്ടാമി നടത്തുവാൻ കഷ്ടതയിൽ നൽകുവാൻ ദുഃഖത്തിലാശ്വാസദായകൻ കഷ്ടതയിൽ നൽകുവാൻ ദുഃഖത്തിലാശ്വാസദായകൻ ഉള്ളംകാലം പ്രയാസം വന്നാൽ ഒന്നെനിക്കവയാസാനമൊന്നേ. കാലം പ്രയാസം വന്നാൽ ഒന്നെനിക്കവയാസാനമൊന്നേ. ഉത്തമ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉത്തമ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ കൈയാട്ടാമേ നടത്തുമാവേ. കഷ്ടതയെ നൽകുവാൻ ദുഃഖത്തിലാശ്വാസദായകൻ കഷ്ടതയെ നൽകുവാൻ ദുഃഖത്തിലാശ്വാസദായകൻ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് കർത്താവിന്റെ വചനവുമായി കർത്താവദാസൻ ചെറിയാനാണ് ഭാഷ മുന്നോട്ട് കടന്നു വന്ന് ഈ ദേശത്തോടുള്ള ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നതായിരിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷമിക്കും. അടുത്ത മകനെയും വീടുകളിലും വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന വളരെ നല്ലവരായ കുന്നിടം ദേശവാസികൾക്ക് ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാഷണം നിങ്ങൾ ആദ്യമല്ല കേൾക്കുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കുന്നിടം ദേശത്ത്
പല പ്രാവശ്യമായി ഇപ്രകാരം സുവിശേഷ സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ദൈവവചനം കേൾക്കുന്ന ഒരു സമീപനം ഈ ദേശവാസികളിൽ നിന്ന് ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊരു മതപ്രഭാഷണമല്ല, ഒരു മതം മറ്റൊരു മതത്തിനെതിരെ നടത്തുന്ന പ്രസംഗവുമല്ല, മറിച്ച് ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, സഹോദര്യത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ് ഞങ്ങളിവിടെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം, ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും എന്നുവേണ്ട ഇങ്ങനെയുള്ള ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള അനേക ആൾക്കാർക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അനേക കലാകാരന്മാർക്ക്, ചരിത്രകാരന്മാർക്ക്, അങ്ങനെ ഗാനരചയിതാക്കൾക്ക്, ഇങ്ങനെ അനേക ലോകമറിയപ്പെടുന്ന അനേക ശ്രേഷ്ഠന്മാർക്ക് ഈ ജന്മം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഈ കേരളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം, ഡൽഹിയിലൊക്കെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവിടുത്തെ തണുപ്പ് സമയത്ത് അനേകരും മരിക്കും, ചൂട് സമയത്ത് ചൂട് കൊണ്ട് അനേകരും മരിക്കുന്നു. ഈ സമയത്തൊന്നും മനുഷ്യർക്ക് പുറത്തിറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. തണുപ്പ് സഹിക്കാൻ വയ്യാതെയും ചൂട് സഹിക്കാൻ വയ്യാതെയും അനേകരും മരണപ്പെടുന്നു. പൊല്യൂഷന്റെ പ്രശ്നം വേറൊരു ഭാഗത്ത്. ചുരുക്കം പറഞ്ഞാൽ, അവിടെ താമസിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞ് പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ താമസം എന്ന് പറയുവാനിടയായി. അതൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും പ്രകൃതി രമണീയമായ ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് വിദേശത്ത് നിന്ന് പ്രിയപ്പെട്ടവർ ഈ പ്രകൃതി രമണീയതയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ഭൂപ്രകൃതിയും ഒക്കെ കണ്ടിട്ട് ഈ കേരളത്തിനെ വിളിച്ച പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നവരെ വിളിക്കുവാനിടയായി. അത് തികച്ചും സത്യമാണ് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഭൂപ്രകൃതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് സത്യമാണ്. ഈ കൊച്ചു കേരളത്തിൽ ജനിക്കുവാൻ നമുക്കിടയാകുന്നത് തന്നെ വളരെ ഭാഗ്യകരമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളം ഈ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ പ്രശസ്തമാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ അനവധിയായിട്ട് ഈ കേരളത്തിലെ പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ ആസ്വദിക്കുവാൻ സമയാസമയങ്ങളിൽ ഈ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഒരു ഭാഗത്തെ കേരളത്തിൽ ഒത്തിരി പോയുവാനും പ്രശംസിക്കുവാനും എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ളപ്പോൾ തന്നെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന സംഭവങ്ങൾ നമുക്കത്ര സന്തോഷം തരുന്നതല്ല. ഒരിക്കലും മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു, ഞാൻ കൊലപാതകത്തിന്റെ 45% കാരണവും മദ്യമാണ്, വാഹനാപകടത്തിന്റെ 70% കാരണങ്ങളും മദ്യപാനമാണ്, കലഹത്തിന്റെ അല്ലെങ്കിൽ അടിപിടിയുടെയും കൊലപാതകത്തിന്റെ കാരണങ്ങൾ 70-80% മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് കണക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ ശ്രേഷ്ഠതയും പ്രൗഢിയും ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ള പേരും നമുക്കുള്ളപ്പോൾ തന്നെ മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള ഒരു സ്ഥലമായി കേരളം മാറുന്നു. ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. ഓണം വന്നാലും മദ്യം, ക്രിസ്മസ് വന്നാലും മദ്യമില്ലാത്ത ഒരു കാര്യം മലയാളത്തില്ലാത്ത നിലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യരോട് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അവർ പറയും, എന്തിനാണ് മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുന്ന കാര്യമുണ്ട്, അല്പസമാധാനത്തിന് വേണ്ടിയാണ്. 2-3 വർഷം 5-10 വർഷമൊക്കെ മദ്യപിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് വിളിച്ചവരോട് ചോദിച്ചാൽ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ മദ്യപിക്കുന്നുണ്ടോ, ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം ലഭിച്ചിട്ടുണ്ടോ, ഒരു സന്തോഷം ലഭിച്ചിട്ടുണ്ടോ, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, ഇത് മുഖാന്തരം ഒരിക്കലും ഞങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടില്ല, ആരോഗ്യം നശിച്ചിട്ടേ ഉള്ളൂ, രോഗമില്ലാത്തവർക്ക് രോഗം വന്നിട്ടേ ഉള്ളൂ, ഇതാ ദാരിദ്ര്യം കൂടിയിട്ടേ ഉള്ളൂ. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് മദ്യം തരുന്ന മദ്യക്കടക്കാർ അവർ നല്ല നിലയിൽ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു,
അവർ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു, അവർ ഉന്നതമായ വീടുകൾ പണിത് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പകൽ മുഴുവൻ അധ്വാനിച്ച് കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ ഈ മദ്യഷാപ്പുകളിൽ അല്ലെങ്കിൽ ആ ഉന്നതമായ ബാറുകളെ കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, അവർ ഈ പണം കൊണ്ട് അവർ ഉന്നതമായ നിലയിൽ ജീവിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുകയും അവർക്ക് മനോഹരമായ ഭവനങ്ങൾ വെച്ച് വലിയ വില കൂടിയ വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. നല്ല പേര് വന്നാൽ ഇരിക്കുവാനേ നല്ല കസേര നിങ്ങളുടെ വീടുകളിൽ അവയെ പലപ്പോഴും കാണാറില്ല. സന്തോഷമില്ല, സമാധാനമില്ല. പണം കൈ വരാഞ്ഞിട്ടാണോ? അധ്വാനിക്കാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് നല്ല നിലയിൽ വീട് പണിയുവാനും കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുവാനും വീട്ടിൽ വേണ്ട ഉപകരണങ്ങളെല്ലാം വാങ്ങിച്ച് വളരെ മാന്യമായി ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ മദ്യത്തിന് പിന്നാലെ ഓടുന്നത് കൊണ്ട്, മദ്യപാനത്തിന് വേണ്ടി 90% പൈസയും ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒന്നിനും തികഞ്ഞു പറ്റുന്നില്ല. വീട്ടിൽ വേണ്ടവണ്ണം ആഹാരത്തിന് പോലും തികയാതെ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാനില്ലാതെ, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ ഞരങ്ങുകയാണ്. എന്താണ് ഇതിന് കാരണം? ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കേ. മദ്യപാനം നിങ്ങളെ മുതലെടുത്തുകൊണ്ട് അനേകരെ നിങ്ങളുടെ പൈസ വാങ്ങി ചുമതലയിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ, വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. മദ്യപാനത്തോട് പൂർണ്ണമായിട്ട് വിട പറയുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പണത്തിന്റെ നഷ്ടം മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിനും അത് നഷ്ടമാണ്. ഒരാൾ മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിലേക്ക് ചുമന്ന രക്തം കൊണ്ടുചെല്ലുന്ന ചുവന്ന രക്താണുക്കളെ ഈ മദ്യം മുഴുവൻ നശിപ്പിക്കുകയാണ്. നശിപ്പിച്ചിട്ട് പലവിധമായ രോഗങ്ങൾക്ക് ഇദ്ദേഹം അടിമയാകുകയാണ്. ഹൃദയരോഗത്തിനും ലിവർ സിറോസിസിനും എല്ലാം അടിമയായി അവസാനം ഒരു രോഗിയായി മാറിക്കഴിഞ്ഞാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും മക്കൾക്കും പോലും വേണ്ടാത്ത നിലയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചില പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവര് പണിയെല്ലാം കഴിയുമ്പോൾ തീരുമാനിക്കും ഇന്ന് മദ്യപിക്കുന്നില്ല, വീട്ടിലേക്ക് പോകാം എന്ന് ചിന്തിക്കുമ്പോൾ കൂട്ടുകാർ കൂടുമെന്ന് പറയും, പോകണ്ട, ഞാനും കൂടെ ഷെയർ ഇടാം, നമുക്ക് ഷെയർ ഇട്ട് ഒന്നിച്ച് മദ്യപിക്കാം എന്നൊക്കെ പറഞ്ഞ് മദ്യപാനം കഴിഞ്ഞ് ലഭ്യമില്ലാതെ വീട്ടിലേക്ക് വരും. ഇപ്പൊ നിങ്ങളുടെ കാര്യം ഓർക്കണം, ഈ ഷെയർ ഇടാമെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു രോഗം വന്നാൽ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കയ്യിൽ 5 പൈസ പണമില്ല. നിങ്ങൾ ഉപദ്രവിക്കുകയും നിങ്ങൾ ഭയപ്പെടുത്തുകയും ചെയ്ത നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമാണ് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ ആശുപത്രി ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാതെ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സമീപിച്ച് എങ്ങനെയെങ്കിലും പണമടിച്ച് നിങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാര്യയുടെ മുഖം നിങ്ങളൊന്ന് കാണുവാനായിട്ട് ഇടയായി തീരണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മദ്യപാനത്തിന് ചെലവഴിക്കുന്ന ഒരു 100 രൂപ 200 രൂപ നിങ്ങൾ ദിവസവും ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു 5 ദിവസമായി കഴിഞ്ഞാൽ അത് 1000 രൂപയാകും. അല്ലെങ്കിൽ ആ 1000 രൂപ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ, അവർക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ ആ മുഖത്തെ സന്തോഷം എത്രയോ അവർണ്ണനീയമാണ് പ്രിയപ്പെട്ടവരെ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെയും തലമുറയെയും ഇത് നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ മയക്കുമരുന്ന് ഈ ചെറിയടി ചില പ്രിയപ്പെട്ടവർക്ക് വെക്കാറുണ്ട്. നമുക്കറിയാം, ഈ വായുടെ ഉൾവശം എന്ന് പറയുന്നത് ഏറ്റവും നനവുള്ള ഒരു സ്ഥലമാണ്. ഈ നാവിനടിയിൽ നിൽക്കുന്ന ഈ മയക്കുമരുന്നുണ്ടല്ലോ, അയ്യനാളിൽ ഈർപ്പമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് കുറെ നാൾ ഇത് വെച്ച് കഴിയുമ്പോൾ ആ ഭാഗം ദ്രവിക്കും. ദ്രവിച്ചു കഴിയുമ്പോൾ അവസാനം സംഭവിക്കാൻ പോകുന്നത് സ്ഥിരമായ ഉപയോഗം കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നമുക്ക് അത്യാഹാരം കഴിച്ചാലും രുചിയില്ലാത്ത അവസ്ഥ വരും. എന്തുകൊണ്ടെന്ന് അറിയാമോ? പഞ്ചസാര പഞ്ചസാരയായിട്ടും ഉപ്പായിട്ടും നമുക്ക് രുചിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് നമ്മുടെ നാവിൽ രുചികുമാരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ക്രമേണയായിട്ട് ഇതിന്റെ ഉപയോഗം കൊണ്ട് നാവിലെ രുചികുമാരങ്ങൾ നഷ്ടമാവുകയും എന്ത് കഴിച്ചാലും എന്ത് ആഹാരം കഴിച്ചാലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത നിലയിൽ ആ വ്യക്തി ആയിത്തീരുകയും ചെയ്യുവാനിടയായിത്തീരും. അവസാനം ഇത് തുടർന്നു കഴിഞ്ഞാൽ നാവിൽ വായിക്കകത്തൊരു വെള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. യൂക്കോപ്ലാസ്റ്റി എന്ന് പറയുന്ന ആ ഒരു രോഗമാണത്. അതിനെ മൈൻഡ് ചെയ്യാതെ പിന്നെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് ക്യാൻസറിന്റെ ആരംഭമാണ്. ചുരുക്കം പറഞ്ഞാൽ പിന്നെയും ഇത് ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വായിൽ ദുർഗന്ധവും വളരെ പ്രയാസങ്ങളും ഉണ്ടായിട്ട് ക്രമേണ മാരകമായ രോഗത്തിന് അടിമയായി സമയത്തിന് മുമ്പേ ഈ വ്യക്തി രോഗത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരും. ചുരുക്കം പറഞ്ഞാൽ ഈ നിലയിൽ മനുഷ്യന് സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ മനുഷ്യൻ ആശ്രയിക്കുന്ന ഈ വസ്തുക്കളെല്ലാം അവന് സന്തോഷമല്ല കൊടുക്കുന്നത്, സമാധാനമല്ല കൊടുക്കുന്നത്, അവനെ ഇന്ത്യക്കായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം, മദ്യത്തിന്റെ കുപ്പിയുടെ മുകളിലും സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിലൊക്കെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെയുള്ള എഴുത്തുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രയാസമാണെന്നറിയാം, ഇത് രോഗം വരുത്തുന്നതാണെന്ന് അറിയാം, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്? വായിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല, വായിക്കാൻ അറിയാം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അറപ്പുറവാക്കുന്ന പദമാണ്. കാരണം ഇത് വലിച്ചു കഴിഞ്ഞാൽ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നതെന്ന്, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗമാണ് ഉണ്ടാകുന്നതെന്ന്, എന്ത് പ്രയാസമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ ഈ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിലുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ആരോഗ്യത്തിന് ഹാനി വരുമെന്നുള്ള മുന്നറിയിപ്പും ഈ തരുന്ന രോഗം നിങ്ങൾക്ക് പിടിപെടുമെന്നുള്ള മുന്നറിയിപ്പുമെല്ലാം അവഗണിച്ചുകൊണ്ട് എന്തിനാണ് മനുഷ്യൻ വില കൊടുത്ത് രോഗം വാങ്ങുന്നത്? വില കൊടുത്ത് അവന്റെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ഈ വസ്തു എന്തുകൊണ്ട് മനുഷ്യൻ വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു കാരണമേ ഉള്ളൂ. പലപ്പോഴും ഈ മദ്യപിക്കുകയും പുകവലിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ഒരാഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റുന്നില്ല. എന്തോ ഒരു ശക്തി ഞങ്ങളെ അതിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ്. നമുക്കറിയാമല്ലോ, ഈ മദ്യലഹരി എന്ന് പറഞ്ഞാൽ തന്നെ, ആ ലഹരി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം ഒന്ന് ഉപയോഗിച്ചാൽ പിന്നെയും പിന്നെയും അത് ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരു അനുഭൂതിക്കാണ് ലഹരി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മയക്കുമരുന്നിന്റെ ലഹരി, മദ്യത്തിന്റെ ലഹരി. ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരു തോന്നല്, അതിനാണ് മദ്യലഹരി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തോന്നൽ മനുഷ്യനിൽ ഉണ്ടാകുന്നത്? അവർ സ്വയം നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇവിടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, എക്സൈസുകാരുണ്ട്, പോലീസുണ്ട്, വിമുക്തി കേരള സർക്കാരിന്റെ വിമുക്തിയുണ്ട്, നല്ല നല്ല സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരൊക്കെ ജനത്തെ ഈ വിധമായ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വളരെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഇങ്ങനെ ശ്രമം കേരളത്തിൽ നടത്തുന്നുണ്ടെങ്കിലും അടിക്കടി ദിനംതോറും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങൾ 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവരെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കേരള സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും അവർ കാണുന്ന നിലയിലും മനുഷ്യനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വളരെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ ശ്രമങ്ങൾക്കെല്ലാം അങ്ങനേൽപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തലമുറ, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ലോകത്തിന്റെ ഈ മദ്യത്തിനും മയക്കുമരുന്നിന്റെയും ആ നീർക്കയങ്ങളെ ആഴക്കടലിലേക്ക് പിന്നെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഈ മയക്കുമരുന്നിന്റെ ഒക്കെ കേസ് പിടിക്കപ്പെടുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്, പ്രായപരിധി 17-18 വയസ്സ് ഉള്ള കുട്ടികളാണ് മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെട്ട കേസിലകപ്പെട്ട് വാർത്തകൾ നമ്മൾ പത്രത്തിൽ വരുന്നത്. 1950 മദ്യപിക്കുന്ന ആൾക്കാരുടെ ശരാശരി പ്രായം 28 വയസ്സായിരുന്നു. പക്ഷെ ഇന്നത്തെ കണക്ക് പറയുന്നത് 12 വയസ്സാണ്. 12 വയസ്സെന്നുള്ള താഴേക്ക് മദ്യപിക്കുന്നവരുടെ പ്രായം വന്നിരിക്കുകയാണ്. അതായത് 6-ലോ 7-ലോ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നൊക്കെ മനുഷ്യന് മോചനം നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും പിന്നെയും അവരെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ പേരാണ് പാപത്തിന്റെ ശക്തി. അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്തു പോകുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് എന്നെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പിന്നെയും ഈ പാപത്തിന്റെ ശക്തിയിലേക്ക് അവരെ, അല്ലെങ്കിൽ ഈ തെറ്റായ പ്രവണതയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. ഇതിനെന്താണ് പരിഹാരം? ഇതിന് പരിഹാരത്തിന് വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പരിഹാരത്തിന്റെ മാർഗം പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താഴ്ഭൂമിയിൽ അവതരിച്ചു. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകനെന്നാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവർ യേശു എന്ന് പേരിടണം എന്നാണ് ദൂതൻ പറയുവാനിടയായത്. യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപികളുടെ രക്ഷകനെന്നാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തെ പാപത്തെ രക്ഷിക്കുവാനല്ല യേശു വന്നത്. യേശു പറഞ്ഞു, സകല ഭൂവാസികളുമായുള്ളവർ, ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാ മനുഷ്യവർഗത്തിന് വേണ്ടിയുമാണ്
യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. സകലരുടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ഈ താരഭൂമിയിലേക്ക് വന്നു. കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനെന്താണ് തെളിവെന്ന് നിങ്ങളെ ചോദിക്കും. നിങ്ങൾ പറയും യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നുവെന്ന്, മദ്യപാനത്തിൽ നിന്ന് വിടിവിക്കുന്നുവെന്ന്, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് ആൾക്കാരെ വിടിവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തന്നെയാണ് അതിന്റെ സാക്ഷികൾ. ഒരു കാലത്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പാപപ്രവൃത്തികൾക്കോ അടിമകളായി ജീവിച്ചിരുന്ന ഞങ്ങളുടെ സമൂഹത്തിലോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാർക്കോ ഒന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതിരുന്ന എല്ലാവരും ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി പരാജയപ്പെട്ട് പിന്മാറിയ സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ ഈ ജീവനുള്ള സുവിശേഷമാണ്, യേശു ക്രിസ്തുവിന്റെ ഈ ആ ശക്തിയാണ്, യേശു ക്രിസ്തുവിന്റെ ആ കൃപയാണ് ഞങ്ങളെ ഈ ഒരു പൈസ പോലും ചെലവില്ലാതെ, ഒരു രൂപ പോലും മുടക്കാതെ, ഒരു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനിടയാകാതെ യേശുവെ നീ എന്റെ പാപത്തിന് വേണ്ടിയാണ് ഈ താഴലോകത്തിലേക്ക് വന്നത്, കാൽവരി ക്രൂശിൽ അന്ന് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച മാത്രമേ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പും ആമേൻ നീതീകരണവും ശുദ്ധീകരണവും പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജനനം വ്യത്യസ്തമാണ്, യേശു ക്രിസ്തുവിന്റെ ജീവിതം വ്യത്യസ്തമാണ്, യേശു ക്രിസ്തുവിന്റെ മരണം വ്യത്യസ്തമാണ്, യേശു ക്രിസ്തുവിന്റെ അടക്കം വ്യത്യസ്തമാണ്. മാത്രമല്ല യേശു ക്രിസ്തു അടക്കപ്പെട്ടു, യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോകചരിത്രത്തിൽ അടക്കിയ ഒരാളുടെ കല്ലറ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. യേശു ക്രിസ്തുവിനെ അടക്കാതിരിക്കുവാൻ നൂറുകണക്കിന് പട്ടാളക്കാരെ അവിടെ കാവലാക്കി. എന്നാൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ആ കല്ലറക്കുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പാട്ടുകാരിങ്ങനെ പാടുന്നുണ്ട്, ഉലക മഹാന്മാർ അഭിനയിക്കുമ്പോൾ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നത യേശുമഹേശ്വരൻ മാത്രം ഉയരത്തിൽ അവൻ ജീവിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, പ്രത്യേക ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, സകല ലോകത്തെ അഖിലോക രക്ഷിതാവാണ്. ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനിൽ മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായി നിന്നുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് തന്റെ മരണത്താൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി യേശു ക്രിസ്തു ഇന്നും പിതാവിന്റെ ഫലത്തോടായി ഉയർത്തി ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന്, മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് പല പ്രാവശ്യം രക്ഷപ്പെടാൻ നോക്കിയ പ്രിയപ്പെട്ടവരായിരിക്കാം. എന്നാൽ നിങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇവിടുത്തെ ഇസങ്ങൾക്കോ സത്യസംസ്ഥകൾക്കോ ഒന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയില്ല. അങ്ങനെ രക്ഷിപ്പാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നേ മനുഷ്യൻ രക്ഷപ്പെട്ടു പോയേനെ. എന്നാൽ ഇതൊക്കെ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇതിനൊന്നും രക്ഷിപ്പാൻ കഴിയത്തില്ലെന്നും യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുള്ളൂ എന്നും ഞങ്ങൾ സാക്ഷികളാണ്. 1000കണക്കിന് നരബോധികളെ നരസ്നേഹികളാക്കി മാറ്റിയ മാർഗമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ആ 1000കണക്കിന് കുലപാതകന്മാരെ മരിച്ച സ്നേഹികളാക്കി മാറ്റിയ മാർഗമാണ് യേശുവിന്റെ സ്നേഹം. മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യം നാമം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓരോ കവലകളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയോ ഞങ്ങൾക്ക് വേറെ ഒരു ജോലിയും ഇല്ലാത്തതുകൊണ്ടേയുമല്ല. കാരണം ഒരു കാലത്ത് ഞങ്ങളും ഈ അസമാധാനത്തിലും അസന്തോഷത്തിലും ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഇന്ന് ആ നിലയിൽ അസമാധാനത്തിൽ, അസന്തോഷത്തിൽ, മദ്യത്തിൽ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ഒരു വ്യക്തിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനം തന്ന യേശുവിലൂടെ സമാധാനം കണ്ടെത്തുവാൻ ഇടയായാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഇവിടെ